മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ രാഷ്ട്രപതിമാർ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നോക്കാം. രാഷ്ട്രപതിമാർ ആർട്ടിക്കിൾ ഒന്ന് നോക്കേ. സൈബർ ഭീകരവാദവുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 66F. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. ഹോട്ട് ടോപ്പിക്സ് 10ലേക്ക് കടക്കുകയാണ് അല്ലേ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 ടോപ്പിക്കുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഏറ്റവും 10 ടോപ്പിക്കായിട്ട് ഇപ്പോൾ സ്പീഡ് കൂടുതലായിരിക്കും മറ്റേ കണക്ക്. എന്നാലും അവസാനം വരുമ്പോൾ ഇച്ചിരി റിവിഷൻ. ഞാൻ വെച്ചാൽ ഈ ടോപ്പിക്ക് തീർന്നിട്ട് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ചെയ്യിക്കാം. അപ്പം ഞാൻ ഒത്തിരി റിവിഷൻ കൊണ്ടുവരാമല്ലോ. ഇപ്പം ഇല്ലേ പറയുമ്പോൾ അവസാനം ഓട്ടിച്ചിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ് റിവിഷൻ ഒരു ഇച്ചിരി കുറച്ച് വെക്കുന്നത്. ഇതങ്ങ് തീർത്തിട്ട് വന്നാൽ നിങ്ങൾക്ക് അത്ര ഒരു ആശ്വാസമാവുമല്ലോ. എന്നിട്ട് കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് വരാൻ സാധിക്കുന്ന ഓപ്ഷനോട് കൂടി തന്നെ കുറെ ക്വസ്റ്റ്യൻ ചെയ്യിക്കാം. ഇന്ന് ഞാൻ ആ ഒരു 10 ചോദ്യ പേപ്പറിലേക്ക് ഒന്ന് കിടക്കട്ടെ. 10 നല്ല നിങ്ങളുടെ ആ ഹെഡിങ് നോക്കുക, എല്ലാം നല്ലതാ. രാഷ്ട്രപതിമാരുടെ ആർട്ടിക്കിൾ ചോദിക്കാറില്ലേ പരീക്ഷയ്ക്ക്? ആർട്ടിക്കിൾ ചോദിക്കും. പ്രധാന IT ആക്ട് ചോദിക്കും. ഭരണഘടന കടമെടുത്തവ ചോദിക്കും. ശിലകൾ അത്യാവശ്യമായിട്ട് പഠിച്ചു വെക്കേണ്ടതാണ്. ശിലകൾ ചോദിക്കാം. ദേശീയ ജലപാതകൾ, ലെൻസുകൾ, 1905 മുതൽ 47 വരെയുള്ള സ്വാതന്ത്ര്യ സമര വർഷങ്ങൾ മാത്രമേ ഉള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റി ചോദിക്കാം. LDK ആവർത്തന പട്ടിക, അടിസ്ഥാന വിവരങ്ങൾ ചോദിക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യ കേരളം, ഇത് ഇത്രയും ആവർത്തിക്കാം പരീക്ഷയ്ക്ക്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇന്ത്യ കേരളം. നമുക്കൊന്ന് നോക്കാം. രാഷ്ട്രപതിമാർ ആർട്ടിക്കിൾ ഏതൊക്കെയാണ് നോക്കാം. രാഷ്ട്രപതിമാർ ആർട്ടിക്കിൾ. രാഷ്ട്രപതി കുറ്റവാളികൾക്ക് പൊതുമാപ്പ് കൊടുക്കുന്നത് ഏറ്റവും PSCക്ക് ചോദിക്കുന്നുണ്ടായിട്ട് അത് ആദ്യമേ ഞാൻ അങ്ങ് എടുത്തിട്ടുണ്ട്. പൊതുമാപ്പ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 72. ഇനി ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച്, അപ്പൊ പൊതുമാപ്പ് എത്ര? ആർട്ടിക്കിൾ 72. ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 52ലാണ് തുടങ്ങേണ്ടത്. രാഷ്ട്രപതി എന്താണെന്ന്. രാഷ്ട്രപതിയുടെ ഭരണ നിർവഹണ അധികാരമാണ് 53. അപ്പൊ രാഷ്ട്രപതി 52, രാഷ്ട്രപതിയുടെ ഭരണത്തെ കുറിച്ച് പറയുന്നത് 53. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് 54. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഏതാ? അപ്പൊ രാഷ്ട്രപതി 52, രാഷ്ട്രപതിയുടെ ഭരണാധികാരം 53, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഏതാ? 54. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 55. തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 55. ചേരുംപടി ചേർക്കാൻ ചോദിക്കുകയെ അല്ലെങ്കിൽ തെറ്റായ ജോഡി ഏതെന്ന് ചോദിക്കാം. ഭരണ കാലാവധി എത്ര ഉണ്ടെന്ന് പറയാൻ 56. യോഗ്യതയെ കുറിച്ചാണ് 58 പറയുന്നത്. സത്യപ്രതിജ്ഞ 60. ഇംപീച്ച്മെന്റ് വെറുതെ ഇമ്പോർട്ടന്റ്. രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് 61. പൊതുമാപ്പ് 72. വീറ്റോ പവർ, രാഷ്ട്രപതിയുടെ വീറ്റോ പവർ 111. ഓർഡിനൻസ് 123. അപ്പം രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പ് 54, തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ 55, ഭരണകാലാവധി 56, യോഗ്യതയാണ് 58, സത്യപ്രതിജ്ഞ 60 പഠിക്കുക, ഇംപീച്ച്മെന്റ് 61, പൊതുമാപ്പ് 72, വീറ്റോ പവർ 111, ഓർഡിനൻസ് 123. അടുത്തത് വെരി ഇമ്പോർട്ടന്റ് ഒരെണ്ണം ഉണ്ട്. ഏതാണ്? സുപ്രീം കോടതിയിൽ നിന്നും ഉപദേശം സ്വീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. ആർട്ടിക്കിൾ 143. സുപ്രീം കോടതിയിൽ നിന്നും ഉപദേശം സ്വീകരിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഏതാ? ആർട്ടിക്കിൾ 143. അടുത്ത നോക്കെ. പ്രശസ്ത IT ആക്ടുകൾ ഒത്തിരി ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട എന്ന് നോക്കെ. സൈബർ ഭീകരവാദം, ഇതാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. സൈബർ ടെററിസം സെക്ഷൻ 66F. സൈബർ ഭീകരവാദം ഏതാണ്? രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുക, ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിലൂടെ പ്രവർത്തിക്കുക. സെക്ഷൻ 66F. സെക്ഷൻ 66 ഹാക്കിംഗ് ആണ്. സെക്ഷൻ 66B പഠിച്ചേരെ. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം, വിൽപ്പന, അത് വാങ്ങിക്കാവുന്ന ആളുടെ ഉണ്ടല്ലോ, അതും എല്ലാം പ്രശ്നമാണ്. അത് 66B ആണ്. സെക്ഷൻ 66C ആണ് വ്യക്തി വിവര മോഷണങ്ങൾ, വ്യക്തിവിവരം. അപ്പൊ 66 ഹാക്കിംഗ് ആണ്. 66B പഠിച്ചേരെ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണം. 66C എന്താണ്? വ്യക്തി വിവര മോഷണം. 66D ആൾമാറാട്ടം നടത്തുക. ഒന്നിൽ കൂടുതലൊക്കെ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ അക്കൗണ്ട് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അയക്കത്തില്ലേ നമ്മള്. അപ്പൊ ആൾമാറാട്ടം നടത്തുക 66D. 66E സ്വകാര്യത, വയലേഷൻ ഓഫ് പ്രൈവസി അല്ലെ. സെക്ഷൻ 66E നല്ലൊരു ക്വസ്റ്റ്യനാ. സ്വകാര്യത, പ്രൈവസിയുമായി ബന്ധപ്പെട്ടത്. സെക്ഷൻ 66F നമ്മളിപ്പോ പഠിച്ചു, സൈബർ ഭീകരവാദം. 67 തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക. 67A അശ്ലീല ചിത്രങ്ങൾ, പോണോഗ്രാഫി നമ്മൾ പഠിക്കാറില്ലേ. 67A അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം. ഒരെണ്ണം കൂടെ പഠിച്ചേരെ. 67B കുട്ടികളുടെ ചൈൽഡ് പോണോഗ്രാഫി, കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനവും പ്രചരണവും. അപ്പൊ അത് ഇത്രയൊന്ന് പഠിച്ചു വെക്കണേ. ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്?
ഒന്ന് നോക്കേ, സൈബർ ഭീകരവാദവുമായി ബന്ധപ്പെട്ട IT സെക്ഷൻ 66F, 66 ഹാക്കിംഗ്, 66B ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷണവും വാങ്ങുന്നതും മോഷ്ടിക്കുന്നതും വാങ്ങുന്നതും, 66C വ്യക്തിവിവര മോഷണം, 66D ആൾമാറാട്ടം നടത്തുക, 66E സ്വകാര്യത, 66F സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, 66F സൈബർ ഭീകരവാദം, 67 തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുക, 67A പോർണോഗ്രാഫി, 67B ചൈൽഡ് പോർണോഗ്രാഫി. ഇന്ത്യയിൽ എന്നാ സൈബർ ആക്ട് വന്നത്? 2000 ഒക്ടോബർ 17-നാണ് വരുന്നത്. സൈബർ നിയമം ഭേദഗതി ചെയ്തത് 2009 ഒക്ടോബർ 27. അപ്പൊ ഇതാണ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്ത്യയിൽ സൈബർ നിയമം വന്ന വർഷം എന്ന 2000 ഒക്ടോബർ 17-നാണ്. സൈബർ നിയമത്തിൽ 14 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഭാഗങ്ങൾ 124, 2 പട്ടികയാണ്. സൈബർ നിയമത്തിൽ ഇപ്പൊ പുതിയതിൽ 14 ചാപ്റ്റർ, ഭാഗം 134 എണ്ണം, ഈ പട്ടിക 2 എണ്ണമാണ്. ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൈറസിന്റെ പേര് ക്രീപ്പർ എന്നാണ്. ആദ്യം മൊബൈൽ ഫോണിൽ വൈറസിൽ വന്ന വൈറസ് കാബിർ എന്നാണ്. ആദ്യം കമ്പ്യൂട്ടറിൽ വന്നത് ക്രീപ്പറും ആദ്യം മൊബൈൽ ഫോണിൽ വന്നത് ഏതാ? കാബിർ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ, ഒരു LDCക്ക് കണ്ടിട്ടുള്ള. ഇന്ത്യയിൽ ആദ്യം സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂര്. ഇന്ത്യയിൽ ആദ്യം സൈബർ പോസ്റ്റ് ഓഫീസ് ചെന്നൈ. ഇന്ത്യയിൽ ആദ്യം സൈബർ പോലീസ് സ്റ്റേഷൻ ബാംഗ്ലൂര്. സൈബർ പോസ്റ്റ് ഓഫീസ് എവിടെയാ? ചെന്നൈയിലാണ് വരുന്നത്. ചെന്നൈയിൽ വന്നോ. അടുത്ത ഭരണഘടന കടമെടുത്തവ. ഒത്തിരി ഉണ്ട്, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഭരണഘടന കടമെടുത്തവ. അത് പരീക്ഷയ്ക്ക് ആവർത്തിക്കുന്ന ഒരു ചോദ്യമാണ്, അതുകൊണ്ട് ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നാലും നോക്കേ, ആമുഖം ഇന്ത്യ കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് അല്ലെ. മൗലിക അവകാശവും അമേരിക്കയിൽ നിന്നാണ്. ആമുഖം കടമെടുത്തു, മൗലിക അവകാശങ്ങൾ കടമെടുത്തു. പിന്നെ ഇതൊക്കെയാണ് ലിഖിത ഭരണഘടന. പറഞ്ഞുകൂടെ, ലിഖിത ഭരണഘടന കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. ആമുഖം, മൗലിക അവകാശങ്ങൾ, ലിഖിത ഭരണഘടന. സുപ്രീം കോടതി കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ്. സുപ്രീം കോടതി കടമെടുത്തത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തത്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ കടമെടുത്തു. പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, വൈസ് പ്രസിഡന്റ്, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യർ, ഇതെല്ലാം അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. ആമുഖം, മൗലിക അവകാശം, ലിഖിത ഭരണഘടന, സുപ്രീം കോടതി, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, പ്രസിഡന്റിന് എന്ന പേര്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, ജുഡീഷ്യൽ റിവ്യൂ, ഉപരാഷ്ട്രപതി, ഈ നിയമത്തിന് മുന്നിൽ തുല്യത, ഇതൊക്കെ എവിടുന്ന? അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തത്. മൗലിക കർത്തവ്യങ്ങൾ കടമെടുത്തത് റഷ്യയിൽ നിന്നാണ്. മൗലിക കർത്തവ്യങ്ങൾ റഷ്യ. പഞ്ചവത്സര പദ്ധതിയും റഷ്യയിൽ നിന്നാണ്. വികേന്ദ്രീകൃത ആസൂത്രണവും റഷ്യയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ് അല്ലെ. മൗലിക അവകാശങ്ങൾ അമേരിക്ക, നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്, മൗലിക കർത്തവ്യങ്ങൾ റഷ്യ. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡ. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കാനഡ. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ. അവശിഷ്ടാധികാരവും കാനഡയാ. പിന്നെ ഒരെണ്ണം കൂടെ ഉണ്ട്, ഫെഡറൽ സംവിധാനവും കാനഡയല്ലേ. ഫെഡറൽ സംവിധാനവും കാനഡ. അപ്പൊ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അവശിഷ്ടാധികാരം, ഫെഡറൽ സംവിധാനം, ഇത് ഇത്ര എവിടെ നിന്നാ? കാനഡയിൽ നിന്ന്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ്. കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ വേറൊന്നുണ്ട്, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് കാനഡ, അവശിഷ്ടാധികാരം ഫെഡറൽ കാനഡ, അതുപോലെ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയ, പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. റിപ്പബ്ലിക് ഫ്രാൻസ്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യവും ഫ്രാൻസ് ആണ്. റിപ്പബ്ലിക് ഫ്രാൻസ്. ക്യാബിനറ്റ്, പാർലമെന്റ്, ഏക പൗരത്വം, റിട്ടുകൾ, ഇതൊക്കെ ബ്രിട്ടനിൽ നിന്നാണ്. ക്യാബിനറ്റ്, പാർലമെന്ററി സമ്പ്രദായം, ഏക പൗരത്വം, റിട്ടുകൾ, നിയമവാഴ്ച, അതുപോലെ സ്പീക്കർ, ദ്വിമണ്ഡല സഭ, ഇതൊക്കെ ബ്രിട്ടനിൽ നിന്നാണ്. പഞ്ചവത്സര പദ്ധതി റഷ്യയിൽ നിന്നാണ് കടമെടുത്തത്. പഞ്ചവത്സര. അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ റദ്ദ് ചെയ്യുന്നത് ജർമ്മനിയിൽ നിന്നാണ് കടമെടുത്തത്. ഞാൻ ഒത്തിരി ഒന്നും എഴുതിയിട്ടില്ല, ഏറ്റവും പ്രധാനപ്പെട്ടത് എഴുതിയിട്ടുള്ളൂ, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്കത് അത്രയും കുറവ് വന്ന്. നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് ഫുൾ ഇരുന്ന് പഠിച്ചോണം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഞാൻ എഴുതിയേക്കുന്നത്. ആമുഖം, മൗലികാവകാശം, സുപ്രീം കോടതി, ലിഖിത ഭരണഘടന, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയൊക്കെ ഇവിടുന്ന്, പ്രസിഡന്റിന്റെ ഇംപീച്ച്മെന്റ്, വൈസ് പ്രസിഡന്റ്, ഇതൊക്കെ അമേരിക്കയിൽ നിന്നാണ്. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്ക. റിപ്പബ്ലിക്കും സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഫ്രാൻസിൽ നിന്ന്. മൗലിക കർത്തവ്യങ്ങളും പഞ്ചവത്സര പദ്ധതിയും വികേന്ദ്രീകൃത ആസൂത്രണവും ഒക്കെ റഷ്യയിൽ നിന്നും. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും ഫെഡറൽ സംവിധാനവും അവശിഷ്ടാധികാരവും കാനഡയിൽ നിന്നും. കൺകറന്റ് ലിസ്റ്റും
പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനവും ഓസ്ട്രേലിയയിൽ നിന്നാണ് കടമെടുത്തത്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. ക്യാബിനറ്റ്, പാർലമെന്റ്, ഏക പൗരത്വം ബ്രിട്ടൻ. എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് കടമെടുത്തത്. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യുക. അടിയന്തരാവസ്ഥ എന്ന് ചോദിച്ചാലും ജർമ്മനി എഴുതുന്നുണ്ട്. പക്ഷേ 1935 ഗവൺമെന്റ് ആക്ട് എന്ന ഓപ്ഷനും ഉണ്ടെങ്കിൽ അടിയന്തരാവസ്ഥ അവിടെ നിന്നാണ് കടമെടുത്തത്. ഇങ്ങനെ പറയുകയാണെങ്കിൽ മൗലിക കർത്തവ്യങ്ങൾ ജർമ്മനിയിൽ നിന്ന് തന്നെ പറയണം. അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ റദ്ദാക്കൽ എന്നുമായി ബന്ധപ്പെട്ട്. അടുത്ത നോക്ക്, ശിലകൾ. മെയിൻ പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഭൗമ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില അവസാദ ശിലയാണ്. ഭൗമ ഉപരിതലത്തിൽ പിതൃശില, മാതൃശില, ശിലകളുടെ മാതാവ് ആഗ്നേയശിലയാണ്. പിതൃശില, മാതൃശില, ശിലകളുടെ മാതാവ് ആഗ്നേയശില. ഹിമാലയം ഏത് ശിലയ്ക്ക് ഉദാഹരണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അവസാദ ശിലയ്ക്കാണ് ഹിമാലയം ഏത് ശിലയ്ക്ക് ഉദാഹരണം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കായാന്തരിത ശിലയാണ്. ഉദാഹരണങ്ങൾ നോക്കാം. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളറൈറ്റ്. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളറൈറ്റ്. അവസാദ ശിലയ്ക്ക് ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, കൽക്കരി, ഷെയില്. ഇതൊക്കെ അവസാദ ശിലയ്ക്കാണ്. കായാന്തരിത ശിലയ്ക്ക് ഉദാഹരണം മാർബിൾ, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, നൈസ്. മാർബിൾ, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, നൈസ് ഒക്കെ കായാന്തരിത ശിലയ്ക്കാണ് അല്ലെ. ഉപദ്വീപ് പീഠഭൂമിയിലെ ഡെക്കാൻ ട്രാപ്പ് മേഖല ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആഗ്നേയശിലയാണ്. ബസാൾട്ട് നിറഞ്ഞ ആഗ്നേയശിലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. അപ്പം ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ഗ്രാനൈറ്റ്, ബസാൾട്ട്, ഡോളറൈറ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇത് പഠിക്കണേ. അവസാദ ശില ചുണ്ണാമ്പ് കല്ല്, മണൽക്കല്ല്, കൽക്കരി, ഷെയില്. കായാന്തരിത ശിലയാണ് മാർബിള്, സ്ലേറ്റ്, ഗ്രാഫൈറ്റ്, നൈസ് എന്നൊക്കെ പറയുന്നത്. അടുത്ത ദേശീയ ജലപാത ചോദിക്കാറുണ്ടല്ലോ. നോക്കെ, ദേശീയ ജലപാത 1 ഏത് നദിയിൽ? ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ഏറ്റവും വലിയ ദേശീയ ജലപാത ഏത്? 1 തന്നെ പറയുക. ഏറ്റവും വലിയ ദേശീയ ജലപാത ഏതാ? ജലപാത 1 NW1. ഗംഗയും ഭഗീരഥിയും ഹൂഗ്ലി. ഗംഗാ നദിയിൽ അങ്ങ് പഠിച്ചാലും മതി. അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്. അലഹബാദ് മുതൽ ഹാൽഡിയ. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സാധ്യ മുതൽ ദുബ്രി വരെ. സാധ്യ മുതൽ ദുബ്രി വരെ. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. ഇതിന്റെ നീളങ്ങളും കൂടെ ഒന്ന് പഠിച്ചേക്കണേ. ഞാനത് എഴുതിയിട്ടില്ല, നിങ്ങളൊന്ന് പഠിച്ചേക്കണേ അത്. വെസ്റ്റ് കോസ്റ്റ്. ദേശീയ ജലപാത 4 കാക്കിനാട, പുതുച്ചേരി. ഗോദാവരി, കൃഷ്ണ നദിയിലെ 2 നദിയൂടെ ചേർന്നാണ് കാക്കിനാട മുതൽ പുതുച്ചേരി വരെ. ദേശീയ ജലപാത 5 താൽച്ചർ മുതൽ ധാമ്ര വരെ. ബ്രാഹ്മിണി, മഹാനദി നദികളിലാണ്. താൽച്ചർ മുതൽ ധാമ്ര വരെ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നു. അപ്പം വെസ്റ്റ് കോസ്റ്റ് കനാൽ NW3, ഈസ്റ്റ് കോസ്റ്റ് കനാൽ NW5 ആണ്. അടുത്ത ദേശീയ ജലപാത 6 ലക്കിപ്പൂർ മുതൽ ബാംഗ്ര വരെ. ബറാക്ക് നദിയിലാണ്. ഏറ്റവും ചെറിയ ദേശീയ ജലപാത NW6 ആയിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്. അപ്പൊ NW1 ആണ് ഏറ്റവും വലുത്, അലഹബാദ്, ഹാൽഡിയ. സാധ്യ ദുബ്രി ഏതാ? NW2 ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പം അത് ഇത്രയും നോക്കുക. ഈസ്റ്റ് കോസ്റ്റ് കനാലും വെസ്റ്റ് കോസ്റ്റ് കനാലും ഒക്കെ. ലെൻസിനെ കുറിച്ച് മെയിൻ പോയിന്റ് എഴുതിയിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ വേറെ പേരുകളാണ് സംവ്രജത ലെൻസ് എന്നും ഉത്തല ലെൻസ് എന്നും. സംവ്രജന ലെൻസ് എന്നും ഉത്തല ലെൻസ് എന്നറിയപ്പെടുന്നത് ഏതാ? കോൺവെക്സ് ലെൻസ്. മധ്യഭാഗം കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞതുമായ ലെൻസ്. കണ്ടോ, നമ്മള് സ്മാൾ ലെറ്റർ X ഒന്ന് എഴുതി നോക്കെ. മധ്യത്തിന് കനം കൂടിയിരിക്കുന്ന കണ്ടോ, വക്കുകൾ കണ്ടോ ഇടുങ്ങി വരുന്നത് കണ്ടോ, വക്കുകൾ ഇടുങ്ങി വരുന്നത് കണ്ടോ, ആ അറ്റഭാഗം. അത്രയേ ഉള്ളൂ. മധ്യഭാഗം കനം കൂടിയതും വക്കുകൾ കനം കുറഞ്ഞ് വരുന്നതുമായ ലെൻസ്. യഥാർത്ഥവും തലകീഴായതായ പ്രതിബിംബമാണ് ഇത് കിട്ടുന്നത്. ഏതിനാ? കോൺവെക്സ് ലെൻസിന് കിട്ടുന്നത്. ദീർഘദൃഷ്ടി പരിഹരിക്കുന്നു. കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. പോയിന്റ്, കടന്നു പോകുന്ന പ്രകാശരശ്മികളെ പരസ്പരം അടുപ്പിക്കുന്നു. വസ്തുക്കളെ വലുതാക്കി കാണിക്കാൻ കോൺവെക്സ് ലെൻസ് ആണ്. TV, ക്യാമറ, പ്രൊജക്ടർ മുതലായവയിൽ ഉപയോഗിക്കുന്നു. മൈക്രോസ്കോപ്പ്, ടെലസ്കോപ്പ് എന്നിവയിൽ ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ ദീർഘദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് ഏതാണ്? കോൺവെക്സ് ലെൻസ്. വാച്ച് നന്നാക്കാനുള്ള ലെൻസായി ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. വെള്ളെഴുത്ത് പരിഹരിക്കാൻ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആണ്. ബേണിംഗ് ഗ്ലാസ് ആയിട്ട് ഉപയോഗിക്കുന്നതും കോൺവെക്സ് ലെൻസ് ആണ്. ഓക്കെ, നല്ല പോയിന്റ് ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസ് പഠിച്ചു വെച്ചിരിക്കുമല്ലോ. കോൺവെക്സ് ലെൻസിന് ദീർഘദൃഷ്ടി പരിഹരിക്കുന്നത് സംവ്രജന ലെൻസും ഉത്തല ലെൻസ് എന്നും അറിയപ്പെടുന്നു. കോൺകേവ് ലെൻസിന് എന്തൊക്കെ പറയാം? അവതല ലെൻസ് എന്നും വിവ്രജല ലെൻസ് എന്നും പേരുണ്ട്. മധ്യത്തിൽ കനം കുറഞ്ഞ, വക്കുകൾ കനം കൂടിയത്. മധ്യത്തിൽ കനം കുറവായിരിക്കും, വക്കുകൾ കനം കൂടിയതായിരിക്കും കോൺകേവ്. പ്രകാശരശ്മികൾ പരസ്പരം അകറ്റുന്നത്, അവരെ അടുപ്പിക്കുന്നത്, മറ്റവര് അകറ്റുന്നത്. പ്രതിബിംബം കണ്ടോ, മിഥ്യയും നിവർന്നതും. ഈ പോയിന്റ് എല്ലാം പഠിച്ചിട്ടേ കയറാവൂ. ഹ്രസ്വദൃഷ്ടി പരിഹരിക്കുന്ന ലെൻസ് ഉപയോഗിക്കുന്നു. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് ആണ്. വാതിലിൽ ഘടിപ്പിക്കുന്ന സ്പൈ ഹോളിൽ കോൺകേവ് ആണ്.
അടുത്തത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. 1905 മുതൽ 47 വരെയുള്ള വർഷങ്ങൾ. ബംഗാൾ വിഭജനം ഏത് വർഷം? 1905. സൂററ്റ് വിഭജനം അതിനിടയ്ക്ക് വേണമെങ്കിൽ മുസ്ലിം ലീഗ് പറയാൻ പറ്റൂ അല്ലേ? മുസ്ലിം ലീഗ് നിങ്ങൾക്ക് 1906. സൂററ്റ് വിഭജനം മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് 7. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 11. അപ്പം ബംഗാൾ വിഭജനം 5, മുസ്ലിം ലീഗ് 6, സൂററ്റ് വിഭജനം 7, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്യൽ 11, ഹോം റൂൾ ലീഗ് 16, ഹോം റൂൾ ലീഗ് 16, ചമ്പാരൻ 17, അഹമ്മദാബാദ് മിൽ പണിമുടക്കും കേദാ സത്യാഗ്രഹവും 18 അല്ലേ? ചമ്പാരൻ 16, 17, ചമ്പാരൻ 16, ഹോം റൂൾ ലീഗ് 16 ആണ്, ചമ്പാരൻ 17, അഹമ്മദാബാദ് മിൽ പണിമുടക്കും കേദാ സത്യാഗ്രഹവും 19, 18, റൗലറ്റ് സത്യാഗ്രഹം 19, അതുപോലെ ജാലിയൻ വാലാബാഗും 19. ഏപ്രിൽ 13 അല്ലേ ജാലിയൻ വാലാബാഗ് ആണ്. റൗലറ്റ് സത്യാഗ്രഹം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് എന്നറിയപ്പെടുന്ന സത്യാഗ്രഹം അല്ലേ റൗലറ്റ് സത്യാഗ്രഹം, അത് 19ലാണ്. ജാലിയൻ വാലാബാഗ് 1919 ഏപ്രിൽ 13നാണ്. ചൗരി ചൗര സംഭവം ഉത്തർപ്രദേശിലെ കരക്പൂർ ജില്ലയിൽ 1922. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 27ലും ഇന്ത്യയിൽ വന്നത് 28. അപ്പൊ രൂപീകരിച്ചത് 27, ഇന്ത്യയിൽ വന്നത് 28. നെഹ്റു റിപ്പോർട്ട് 28 അല്ലേ? ബർദോളി സത്യാഗ്രഹം 28 അല്ലേ? പൂർണ്ണ സ്വരാജ് ലാഹോർ സമ്മേളനം, പൂർണ്ണ സ്വരാജ് പ്രമേയം 29. അപ്പൊ 5 ബംഗാൾ വിഭജനം, 6 മുസ്ലിം ലീഗ്, 7 സൂററ്റ് സ്പ്ലിറ്റ്, 9 മിന്റോ മോർലി ഭരണപരിഷ്കാരം, 11 ജനഗണമന ആദ്യമായിട്ട് പാടിയത് 11ലാണ്, ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 11ലാണ്, 16 ഹോം റൂൾ ലീഗ്, 17 ചമ്പാരൻ സത്യാഗ്രഹം, 18 അഹമ്മദാബാദ് മിൽ പണിമുടക്കം കേദാ സത്യാഗ്രഹവും, 19 റൗലറ്റ് സത്യാഗ്രഹം, മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരം, പിന്നെ ഉണ്ടല്ലോ 19 വേറെണ്ണം നമ്മുടെ ജാലിയൻ വാലാബാഗ്, മൊണ്ടേഗു ചെംസ്ഫോർഡും ജാലിയൻ വാലാബാഗ് നമ്മുടെ റൗലറ്റ് സത്യാഗ്രഹവും. പിന്നെ 20 എഴുതിയില്ല അല്ലേ? അടുത്ത 1920 ഏതാ? നിസ്സഹകരണ പ്രസ്ഥാനം. വെരി വെരി ഇമ്പോർട്ടന്റ് ഒരെണ്ണം വിട്ടുപോയി അല്ലേ? നിസ്സഹകരണ പ്രസ്ഥാനം 1920ലാണ്. നിസ്സഹകരണ പ്രസ്ഥാനം 20. സൈമൺ കമ്മീഷൻ രൂപീകരിച്ചത് 27, ഇന്ത്യയിൽ എത്തിയത് 28, നെഹ്റു റിപ്പോർട്ട് 28, ബർദോളി സത്യാഗ്രഹം 28, പൂർണ്ണ സ്വരാജ് 29, പൂർണ്ണ സ്വരാജ് 20. നിയമലംഘന പ്രസ്ഥാനം 30ലാണ്. നിയമലംഘന പ്രസ്ഥാനം എന്ന 30ലാണ്, അതായത് 33 ഉണ്ട്. വട്ടമേശ സമ്മേളനം, നിയമലംഘന പ്രസ്ഥാനം, സത്യാഗ്രഹം 30, വട്ടമേശ സമ്മേളനങ്ങൾ, ഗാന്ധി ഇർവിൻ ഉടമ്പടി 31, പൂന ഉടമ്പടിയും കമ്മ്യൂണൽ അവാർഡും 32. ഇതൊക്കെ ഡീപ്പായിട്ട് ഞാൻ വീണ്ടും പറഞ്ഞു തരാം. ഇപ്പം വർഷങ്ങൾ മാത്രം എഴുതിയോണ്ട് അങ്ങനെ അങ്ങ് പോട്ടെ കേട്ടോ. പൂന ഉടമ്പടിയും കമ്മ്യൂണൽ അവാർഡും 32. വ്യക്തി സത്യാഗ്രഹം ആരംഭിച്ചു അല്ലെ? ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹം ആദ്യമായി ഇരുത്തിയത് വിനോബ ഭാവെ അല്ലേ? വ്യക്തി സത്യാഗ്രഹം 40, ഓഗസ്റ്റ് ഓഫർ ലില്ലിത് കോപ്രഫ് പ്രഖ്യാപിച്ച ഓഗസ്റ്റ് ഓഫർ 40ലാണ്. ക്രിപ്സ് മിഷൻ 42, കിറ്റ് ഇന്ത്യ സമരവും 42, ആഗസ്റ്റ് 9നാണല്ലോ ക്രിപ്സ് മിഷൻ 42, കിറ്റ് ഇന്ത്യ സമരവും 42, സിംല കോൺഫറൻസ് 45, നാവിക കലാപം 46, ക്യാബിനറ്റ് മിഷൻ എന്നാണ്? ക്യാബിനറ്റ് മിഷൻ 46ൽ തന്നെയാണ് അല്ലെ? ഡീപ്പായിട്ട് ഞാൻ ഒന്നും കൂടെ തന്നെ ഫോളോ ചെയ്ത് തരാം. 46ലാണ് എഴുതിയത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മാത്രം കുറിച്ചിട്ടേ ഉള്ളൂ. സിംല കോൺഫറൻസ് വിളിച്ചുകൂട്ടിയ വൈസ്രോയുടെ പേരറിയാമോ? വേവൽ പ്രഭു. ഏതായിരുന്നു? വേവൽ പ്രഭു. നാവിക കലാപം നടന്ന കപ്പൽ അറിയാമോ? നാവിക കലാപം നടന്നത് HMS തൽവാർ, മുംബൈയിലല്ലേ? മുംബൈയിൽ വേവൽ പ്രഭുവിന്റെ കാലത്ത്. ക്യാബിനറ്റ് മിഷൻ എന്ന 46. ക്യാബിനറ്റ് മിഷന്റെ തലവൻ ആരാ? പെത്വിക് ലോറൻസ്. ക്രിപ്സ് മിഷന്റെ തലവൻ സ്റ്റഫോർഡ് ക്രിപ്സും ക്യാബിനറ്റ് മിഷന്റെ തലവൻ പെത്വിക് ലോറൻസും ആണ്. അടുത്ത ഓക്കെ, ദുരന്ത നിവാരണ അതോറിറ്റി. നിങ്ങളുടെ കേരള ഭരണ പരിഷ്കാരത്തിൽ ഒരെണ്ണം വരുന്നതാണ്. ദുരന്ത നിവാരണ നിയമം നിലവിൽ വന്നത്, ദുരന്ത നിവാരണ നിയമം കണ്ടോ, 2005 ഡിസംബർ 23. രാജ്യസഭ പാസാക്കിയത് 2005 നവംബർ 28നും ലോകസഭ പാസാക്കിയത് ഡിസംബർ 12നുമാണ്. പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ 23ന്. അപ്പൊ നവംബർ 28ന് രാജ്യസഭ പാസാക്കുന്നത്, നവംബർ 28, ലോകസഭ ഡിസംബർ 12, പ്രസിഡന്റ് ഒപ്പുവെച്ചത് ഡിസംബർ 23, നിലവിൽ വന്നതും 2005 ഡിസംബർ 23. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദുരന്ത നിവാരണ അതോറിറ്റി. അന്താരാഷ്ട്ര ദുരന്ത നിവാരണ ദിനം ഒക്ടോബർ 13. നമ്മൾ വേറെണ്ണം പഠിച്ചിട്ടുണ്ട്. ഏതാ? കായിക ദിനം, സംസ്ഥാന കായിക ദിനം. GV രാജയുടെ ജന്മദിനം ഒക്ടോബർ 13 അല്ലേ? ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സ്ഥാപിച്ചത് 2005 വകുപ്പ് 3 പ്രകാരം. വകുപ്പ് 3 പ്രകാരം എന്താണ്ട് 2005 മെയ് 30 ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വന്ന വർഷം എന്ന 2005 മെയ് 30. ഇമ്പോർട്ടൻറ്റ്. ആസ്ഥാനം ന്യൂഡൽഹി. 10 പേരാണ് ഇതിലുള്ളത്. ചെയർപേഴ്സൺ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ എപ്പോഴും ആരായിരിക്കും? ഇവിടെ പ്രധാനമന്ത്രി ആയിരിക്കും. കാലാവധി 5 വർഷമാണ്.
ഇനി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പ് 2005 വകുപ്പ് 14 പ്രകാരം നിലവിൽ വന്നു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിലവിൽ വന്നത് 2007 മെയ് 4-നാണ് കേട്ടോ. 2007 മെയ് 4 സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. അതിന്റെ ആപ്തവാക്യം ഒന്ന് പഠിച്ചേരെ. സുരക്ഷായാനം ആപ്തവാക്യം. അംഗങ്ങൾ 10 പേര്, ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. അംഗങ്ങൾ 10 പേര്, ചെയർമാൻ മുഖ്യമന്ത്രിയായിരിക്കും. വൈസ് ചെയർമാൻ റവന്യൂ മന്ത്രി. ചെയർമാൻ മുഖ്യമന്ത്രി, വൈസ് ചെയർമാൻ ആരാ? റവന്യൂ മന്ത്രി. സിഇഒ ചീഫ് സെക്രട്ടറി. കേരളത്തിൽ അതിന്റെ സിഇഒ ആയിട്ട് അറിയപ്പെടുന്ന ചീഫ് സെക്രട്ടറി. കൂടാതെ കൃഷി മന്ത്രിയുണ്ട്, ആഭ്യന്തര വകുപ്പിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി, റവന്യൂ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി, കേരള സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്റർ മേധാവി, ഇവരൊക്കെ ഇതിന്റെ അംഗങ്ങളായിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണേ. കൃഷി മന്ത്രിയൊക്കെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളിൽ പെടുന്നതാണ്. ദുരന്ത നിവാരണ അതോറിറ്റി ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വകുപ്പ് 25-1 പ്രകാരം വന്നു. 2016 മാർച്ച് 5 കൂടിയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വന്നത്. ചെയർമാൻ എപ്പോഴും ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തന്നെയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ. വൈസ് ചെയർമാൻ അല്ലെങ്കിൽ കോ ചെയർമാൻ എന്ന് വിളിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് വരുന്ന ക്വസ്റ്റ്യൻ. അപ്പം ജില്ലയിൽ വന്നത് 2016 മാർച്ച് 5-നും സംസ്ഥാനത്ത് വന്നത് എന്നാണ്? സംസ്ഥാനത്ത് വന്നത് 2007 മെയ് 4-നുമാണ്. അപ്പം 2016 മാർച്ച് 5, 3ന്റെ വർഷം ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ഞാൻ എല്ലാം വർഷങ്ങൾ ഒരു ഓർഡറിൽ ഒരെണ്ണം ഉണ്ടാക്കി തരാം, എല്ലാത്തിൻ്റെയും വർഷങ്ങൾ. ദേശീയ ദുരന്ത നിവാരണ സേന വന്നത് 2006 MDRF എന്നാണ് ദേശീയത്ത് അറിയപ്പെടുന്നത്. ന്യൂഡൽഹിയിലാണ്. ഇതിന് അന്ത്യോദയ ഭവൻ. തലവൻ ഡയറക്ടർ ജനറലാണ്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി SDRF എന്നറിയപ്പെടുന്നു. ഇത് മലപ്പുറം പാണ്ടിക്കാടാണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യേണ്ടത് ധനകാര്യ സെക്രട്ടറിയാണ്. CMDRF ഫണ്ട് എന്നല്ലേ നമ്മൾ പറയുന്നത്, ധനകാര്യ സെക്രട്ടറിയാണ്. CMDF നിയന്ത്രിക്കുന്നത് ധനകാര്യ വകുപ്പാണ്. CMDF ഓഡിറ്റ് ചെയ്യുന്നത് CAG ആണ് കേട്ടോ. CAG ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. മഴ മുന്നറിയിപ്പുകൾ അതിലുണ്ട്. വൈറ്റ് അലേർട്ട്, ഏറ്റവും കുറഞ്ഞ തോതിൽ മഴ പെയ്യുന്നു എന്നുള്ളതാണ് വൈറ്റ് അലേർട്ട്. ഗ്രീൻ അലേർട്ട്, ജാഗ്രത പാലിക്കേണ്ട സാഹചര്യം നിലവിലില്ല, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. യെല്ലോ അലേർട്ട് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥയെ കരുതലോടെ നോക്കിക്കാണുക, അപ്ഡേറ്റ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക. ഓറഞ്ച് അലേർട്ട്, അതീവ ജാഗ്രത പുലർത്തി വെച്ചിരിക്കണം, അതീവ ജാഗ്രതാ മുന്നറിയിപ്പ്. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞാൽ കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് പുത്തുമല വയനാട്ടിൽ ഉണ്ടായി 2019. കവളപ്പാറ മലപ്പുറം. പുത്തുമല ജില്ല ചോദിക്കാറുണ്ട്. പുത്തുമല വയനാട്, കവളപ്പാറ മലപ്പുറം, പെട്ടിമുടി ഇടുക്കി, കൂട്ടിക്കൽ കോട്ടയം. പുത്തുമല വയനാട്, കവളപ്പാറ മലപ്പുറം, പെട്ടിമുടി ഇടുക്കി, കൂട്ടിക്കൽ എവിടെയാണ്? കോട്ടയമാണ്. കേരളത്തിൽ സുനാമി ഉണ്ടായത് 2004 ഡിസംബർ 26-ന്. സുനാമി എന്ന വാക്കിനർത്ഥം തുറമുഖ തിരമാല എന്നതാണ്. സുനാമി എന്ന വാക്ക് ജാപ്പാനീസ് പദം. എന്നാണ് കേരളത്തിൽ സുനാമി ഉണ്ടായത് 2004 ഡിസംബർ 26. ആവർത്തന പട്ടികയുടെ ബേസ് നോക്കാം. ആവർത്തന പട്ടികയുടെ പിതാവ്? മെൻഡലിയേഫ്. ദിമിത്രി മെൻഡലിയേഫ് ആണ് പിതാവ്. 1869-ലാണ് ആവർത്തന പട്ടിക അദ്ദേഹം ഉണ്ടാക്കുന്നത്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് മോസിലിയാണ്. അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിൽ മെൻഡലിയേഫ് കൊണ്ടുവന്നപ്പം അറ്റോമിക സംഖ്യയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്നതാണ് മോസിലി. മാസിൻ്റെത് മെൻഡലിയേഫും സംഖ്യയുടെ അടിസ്ഥാനം കൊണ്ടുവന്നത് ആരാണ്? മോസിലിയുമാണ് കൊണ്ടുവന്നത്. പക്ഷെ അറ്റോമിക വ്യാപ്തത്തിന്റെ അടിസ്ഥാനത്തിൽ ലോഥർ മേയർ ആണ്. ആരായിരുന്നു? ലോഥർ. ആകെ മൊത്തം പീരീഡുകൾ 7. അതിൽ ചെറിയ പീരീഡ് 1-ഉം വലിയ പീരീഡ് 6-ഉമാണ്. ചെറിയ പീരീഡ് 1-ഉം വലിയ പീരീഡ് 6-ഉമാണ്. ആകെ ഗ്രൂപ്പ് 18. മൊത്തം മൂലകങ്ങളുടെ എണ്ണം 118. ബേസ് ആണ് 118 ആണ്. സ്വാഭാവിക മൂലകം 92. ആദ്യത്തെ കൃത്രിമ മൂലകം ടെക്നീഷ്യം, രണ്ടാമത്തെ കൃത്രിമ മൂലകം പ്രൊമിത്തിയം. ആദ്യത്തത് ടെക്നീഷ്യം, രണ്ടാമത്തത് പ്രൊമിത്തിയം. ഒന്നാം ഗ്രൂപ്പിനെ ആൽക്കലി ലോഹങ്ങളെന്നും രണ്ടാം ഗ്രൂപ്പിനെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളെന്നും 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങളെന്നും 13-നെ ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ അഥവാ ചാൽക്കോജനുകൾ. അപ്പോൾ 1 ആൽക്കലി, 2 ആൽക്കലൈൻ എർത്ത്, 3 മുതൽ 12 സംക്രമണം, 13-ാം ഗ്രൂപ്പ് ബോറോൺ, 14 കാർബൺ, 15 നൈട്രജൻ, 16 ഓക്സിജൻ അഥവാ ചാൽക്കോജനുകൾ, 17 ഹാലജൻ കുടുംബം.
18 വെരി വെരി ഇമ്പോർട്ടൻറ്റ് അലസവാതകങ്ങൾ അഥവാ സീറോ ഗ്രൂപ്പ് മൂലകങ്ങൾ. ബ്ലോക്ക് മൂലകങ്ങൾ നോക്കെ 1ാം ഗ്രൂപ്പും 2ാം ഗ്രൂപ്പും എസ് ബ്ലോക്കിൽ പെടണം. 3 മുതൽ 12 വരെ വരുന്നതാണ് ഡി ബ്ലോക്ക് വരുന്നത്. 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, 13 മുതൽ 18 വരെ പി ബ്ലോക്ക്, ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും വരുന്നത് എഫ് ബ്ലോക്ക്. അപ്പൊ 1 മുതൽ 1ഉം 2ഉം ഏതാണ്? 1ഉം 2ഉം ഏതെന്ന് ചോദിച്ചാൽ എസ്. 3 മുതൽ 12 വരെ ഡി ബ്ലോക്ക്, അടുത്ത പി ബ്ലോക്ക് 13 മുതൽ 18. ലാന്തനൈഡുകളും ആക്ടിനൈഡുകളും എഫ് ബ്ലോക്കിൽ. പേര് കൊടുത്ത പുതിയ മൂലകങ്ങൾ നിഹോണിയം 113, ജപ്പാന്റെ പേരായിരുന്നു കേട്ടോ. ഒരു ഏഷ്യൻ രാജ്യത്തിന്റെ പേര് കൊടുത്ത മൂലകം നിഹോണിയം. മോസ്കോവിയം എന്നാണ്, മോസ്കോവിയം 115, ടെന്നിസൈൻ 118, ഒഖനേസം 118. ഒരു ശാസ്ത്രജ്ഞന്റെ പേരാണ് ഒഖനേസൻ. ടെന്നിസൺ എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ഒരു സ്ഥലത്തിന്റെ പേരാണ് ടെന്നിസി. 117. അപ്പൊ ഏറ്റവും അവസാനം പേര് കൊടുത്ത മൂലകങ്ങൾ പഠിച്ചേക്കണേ. മോസ്കോവിയം 113, മോസ്കോവിയം 115, നിഹോണിയം 113, ടെന്നിസൈൻ 117, ഒഖനേസം 118. അഷ്ടക നിയമം ആവർത്തന പട്ടികയിൽ കൊണ്ടുവന്നത് ജോൺ ന്യൂലാൻഡ് ആണ്. അഷ്ടക നിയമത്തിന്റെ പിതാവാര ജോൺ ന്യൂലാൻഡ് ആണ്. ട്രയാഡ്സ് നിയമം ഡൊബറൈൻ. ട്രയാഡ്സ് നിയമം ആവർത്തന പട്ടികയിൽ ഡൊബറൈൻ. 99ാമത്തത് ഐൻസ്റ്റീനിയം, 100 ഫെർമിയം, 101 മെന്റലീവിയം. 100 ഫെർമിയം, 101 മെന്റലീവിയം. 1ഉം 2ഉം 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകളെ മൂലകങ്ങൾ പ്രാതിനിധ്യ മൂലകങ്ങൾ. പട്ടികയിൽ നിന്നും ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം കുറയണം. ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്നും താഴേക്ക് പോകുന്തോറും ആറ്റത്തിന്റെ വലിപ്പം ക്രമമായി കൂടുന്നു. അത് പോയിന്റ് ശ്രദ്ധിച്ചോണേ, പ്രധാനപ്പെട്ട എഴുതിയിട്ടുണ്ട്. ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ഹൈഡ്രജൻ 1, ഹീലിയം 2, ലിഥിയം 3, ബെർലിയം 4, ബോറോൺ 5, കാർബൺ 6, നൈട്രജൻ 7, ഓക്സിജൻ 8, ഫ്ലൂറിൻ 9, നിയോൺ 10, സോഡിയം 11, മഗ്നീഷ്യം 12, അലൂമിനിയം 13, സിലിക്കൺ 14, ഫോസ്ഫറസ് 15, സൾഫർ 16. ആദ്യത്തെ 20 എണ്ണം ഓർഡറിൽ പഠിച്ചേരെ. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് ആയിട്ട് എഴുതിയത്. ക്ലോറിൻ 17, ആർഗൺ 18, പൊട്ടാസ്യം 19, കാൽസ്യം 20, ഇരുമ്പ് 26, ചെമ്പ് 29, വെള്ളി 47, വെള്ളി കണ്ടോ ഇവിടെ തൊട്ട് നോക്കണം. ഇരുമ്പ് 26, ചെമ്പ് 29, വെള്ളി 47, ടിൻ 50, യുറേനിയം 52, സ്വർണ്ണ 78, പ്ലാറ്റിനം 78, സ്വർണ്ണ 79, മെർക്കുറി 80. മെർക്കുറി ഏതാണ്? 80. അത് എത്രയും നോക്കണം. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് നമുക്ക് നോക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ കേരളം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 324. നിലവിൽ വന്നത് 1950 ജനുവരി 25. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ദിനം എന്നാണ് വോട്ടേഴ്സ് ദിനം ജനുവരി 25. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് നിർവാചൻ സദൻ, ന്യൂഡൽഹി. നിയമിക്കുന്നത് രാഷ്ട്രപതി. മൊത്തം 3 പേർ. എന്നാ നിലവിൽ വന്നത് 50 ജനുവരി 25. എന്നാ വോട്ടേഴ്സ് ദിനം ജനുവരി 25. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പേര് സുകുമാർ സെൻ. ആദ്യ വനിത VS രമാദേവി. കുറച്ചു കാലവും അവർ തന്നെയാണ്. ആദ്യ മലയാളി TN ശേഷൻ. ഏറ്റവും കൂടുതൽ കാലം KVK സുന്ദരമാണ് കേട്ടോ. KVK സുന്ദരം. ഏറ്റവും കുറച്ചു കാലം VS രമാദേവിയാണ്. ഏറ്റവും കുറച്ചു കാലം. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ അല്ലേ? 25ാമത് മുതലാണ്. 25ാമത്തെ ആളാണ് രാജീവ്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243K. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 92ലെ 73ാം ഭേദഗതി പ്രകാരമാണ് ഇത് വരുന്നത്. നിലവിൽ വന്ന ഡേറ്റ് തെറ്റണ്ട. 93 ഡിസംബർ 3. 93 ഡിസംബർ 3 നിയമിക്കുന്നത് ഗവർണർ. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ആദ്യ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി. നിലവില് A ഷാജഹാനാണ്. നിലവിൽ ആരാണ്? A ഷാജഹാനാണ് തെരഞ്ഞെടുപ്പ്. വോട്ടിംഗ് പ്രായം 21 വയസ്സിൽ നിന്നും 18 വയസ്സാക്കി കുറച്ച ഭേദഗതി. ഇത് എപ്പോഴും ഞാൻ പറയുന്നതിലെ 61ാം ഭേദഗതി 1989 രാജീവ് ഗാന്ധിയാണ് കൊണ്ടുവരുന്നത്. പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 326. 326 ആണ്. 324 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പ്രായപൂർത്തി വോട്ടവകാശം 326 ആണ്. എനിക്കങ്ങ് പനിയാണ്, ഒട്ടും വയ്യ, തൊണ്ടയൊക്കെ അടച്ചു, അന്ന് വിശക്കുന്ന. അതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് അതുകൊണ്ടാണ് ഇച്ചിരി സ്പീഡിൽ പോയത്. ഒന്ന് ക്ഷമിച്ച് കളയുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 10 ടോപ്പിക്ക്. നല്ല തലവേദനയും തലക്കങ്ങ് ഭയങ്കര ഭാരം. എന്നാലും നിങ്ങളുടെ മുമ്പിൽ അത് തീർക്കട്ടെ എന്ന് വെച്ചാണ് ഇച്ചിരി സ്പീഡിൽ ഓട്ടിച്ചു പോയത്. അത് നിങ്ങൾക്ക് കിട്ടിയല്ലോ നല്ല ടോപ്പിക്ക്. പഠിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ട കിട്ടി. അടുത്തതിന് ഞാൻ ഡീപ്പായിട്ടൊന്ന് പറയാം. നേരെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. മരുന്ന് മേടിക്കണം. അതുകൊണ്ട് എനിക്ക് ഒട്ടും വയ്യ, എന്നിട്ട് ഒച്ചത്തിൽ സംസാരിച്ചതാ. ഓക്കെ, കുറേ നല്ലൊരു ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. എൻ്റെ പ്രാർത്ഥന കൂടെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു 10 ടോപ്പിക്കുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.